ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വളരെ ഈസി ആയിട്ടുള്ളതും വളരെ സിമ്പിൾ ആയിട്ടുള്ളതുമായ ഒരു എക്സ്പ്രഷൻ ആണ്. ഇത് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു എക്സ്പ്രഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ എക്സ്പ്രഷൻ എന്താണ് എന്നല്ലേ? ഇറ്റ്സ് ഹൈ ടൈം. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് സമയം ഓവർ ഡ്യൂ ആയി, സമയം ലേറ്റായി, സമയം അതിക്രമിച്ചു എന്ന് പറയില്ലേ, അതാണ്. അങ്ങനെയുള്ള സമയത്താണ് ഇറ്റ്സ് ഹൈ ടൈം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയം അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അർജൻറ്റായിട്ട് തന്നെ അത് ചെയ്യേണ്ടതുണ്ട്. അതാണ്. ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഒരു കാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കാറ് വളരെ പഴയ കാറാണ്. എപ്പോഴും അതിന് മെയിൻ്റനൻസ് വർക്കുകൾ വരുന്നു, എപ്പോഴും അതിന് പല പ്രശ്നങ്ങളും വരുന്നു. നമ്മളതിനെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കുന്നു, പിറ്റേ ദിവസം പിന്നെ വേറെ പ്രശ്നങ്ങളായി, അങ്ങനെ എപ്പോഴും നന്നാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് ഉപദേശിക്കുകയാണ്, ഇറ്റ്സ് ഹൈ ടൈം യു ബോട്ട് എ ന്യൂ കാർ. ഇറ്റ്സ് ഹൈ ടൈം യു ബോട്ട് എ ന്യൂ കാർ. നിങ്ങൾ ഒരു പുതിയ കാറ് വാങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇറ്റ്സ് ഹൈ ടൈം യു ബോട്ട് എ ന്യൂ കാർ എന്നാണ് നമ്മുടെ ഫ്രണ്ട് നമ്മളോട് ഉപദേശിക്കുന്നത്. യു ബോട്ട് എന്നാണ് അവിടെ ഉപയോഗിച്ചത്. അത് തന്നെയാണ് ആ ഒരു സ്ട്രക്ചറിൻ്റെ പ്രത്യേകതയും. യു ബോട്ട് എന്ന് പറഞ്ഞാൽ, ബോട്ട് എന്നാൽ വാങ്ങി എന്നാണ്. നമ്മൾ കാറ് വാങ്ങിയിട്ടില്ല, പക്ഷേ ഫ്രണ്ട് ഉപദേശിക്കുന്നത് എന്താ? ഒരു പുതിയ കാറ് വേഗം വാങ്ങുന്നതാണ് നല്ലത്, അതിന് അർജൻറ്റായിട്ട് തന്നെ അത് ചെയ്യണം എന്നാണ് ഫ്രണ്ട് ഉപദേശിക്കുന്നത്. അപ്പോൾ യു ബോട്ട് എന്ന് ഉപയോഗിക്കുന്നത് എന്താ? അതാണ് ഈ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത. ഇറ്റ്സ് ഹൈ ടൈം കഴിഞ്ഞിട്ട് യു സബ്ജക്റ്റ് ഉപയോഗിച്ചു. പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ടെൻസ് ആണ്. V2 ഫോം, അതല്ലെങ്കിൽ പാസ്റ്റ് സിമ്പിൾ ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ഒരു റൂളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടതും എക്സാമൊക്കെ എഴുതുമ്പോൾ. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് അത് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാവും. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബസ് സ്റ്റോപ്പിലേക്ക് നമുക്ക് നടന്നു പോകണം, പക്ഷേ നമ്മളിപ്പോഴും വീട്ടിലാണ്. 20 മിനിറ്റ്സ് നടക്കണം എങ്കിൽ ബസ് കിട്ടും. പക്ഷേ നമ്മളിപ്പോഴും വീട്ടിലാണ്, 10 മിനിറ്റ്സേ ഉള്ളൂ ഇനി ബസ് വരാൻ. അപ്പോൾ നമുക്ക് 20 മിനിറ്റ്സ് നടന്നാലല്ലേ ബസ് കിട്ടൂ. അപ്പോൾ ഇപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അത് വളരെ അർജൻറ്റായിട്ട് ഇപ്പോൾ തന്നെ പുറപ്പെടണം വീട്ടിൽ നിന്ന് എന്ന് പറയില്ലേ നമ്മളോട്? അതാണ് ഇറ്റ്സ് ഹൈ ടൈം യു ലെഫ്റ്റ് ഫോർ ദ ബസ് സ്റ്റോപ്പ്. ഇറ്റ്സ് ഹൈ ടൈം യു ലെഫ്റ്റ് ഫോർ ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിലേക്ക് പുറപ്പെടേണ്ട സമയം അതിക്രമിച്ചു. ലെഫ്റ്റ് ഫോർ ദ ബസ് സ്റ്റോപ്പ്. ലെഫ്റ്റ്, ലീവ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസാണ് ലെഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈ ടൈം പ്ലസ് സബ്ജക്റ്റ്. അത് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ടെൻസ്, അതല്ലെങ്കിൽ V2 ഫോം ഓഫ് ദ വെർബ് ആണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താം, നേരത്തെ എത്താം, അധികം വൈകാതെ എത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമയം, ഗെറ്റ് ടുഗദറൊക്കെ വളരെ സെലിബ്രേറ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഇറ്റ്സ് മിഡ് നൈറ്റ്, ഇറ്റ്സ് ഹൈ ടൈം വി വെൻറ്റ് ഹോം. നമ്മൾ വീട്ടിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചില്ലേ? അപ്പോൾ അതാണ് ഇറ്റ്സ് ഹൈ ടൈം വി വെൻറ്റ് ഹോം. വെൻറ്റ് V2 ഫോമാണ്. ഗോ എന്ന വേർബിൻ്റെ V2 ഫോമാണ് വെൻറ്റ്. രണ്ട് കുട്ടികൾ തമ്മിൽ വഴക്ക് കൂടി, ഒരാൾ കരഞ്ഞു, ഒരാൾക്ക് വിഷമമായി. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ഫ്രണ്ട്സൊക്കെ ഇന്ന് ഡിസ്കസ് ചെയ്യണം, നീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, നീ സോറി പറഞ്ഞു അവളോട് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ സോറി ഒന്നും പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് ഹൈ ടൈം യു അപ്പോളജൈസ്ഡ്. ഇപ്പോൾ ക്ഷമാപണം പറയേണ്ട സമയം അതിക്രമിച്ചു. ഓക്കെ, അപ്പോൾ നീ ക്ഷമാപണം പറയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു, വേഗം പോയിട്ട് മാപ്പ് പറയൂ, അല്ലെങ്കിൽ വേഗം ചെന്ന് സോറി പറയൂ എന്ന് പറയില്ലേ? അപ്പോൾ അതാണ് ഇറ്റ്സ് ഹൈ ടൈം യു അപ്പോളജൈസ്ഡ്. അപ്പോൾ തന്നെ നീ മാപ്പ് പറയേണ്ടതായിരുന്നു, പക്ഷേ അതൊന്നും പറയാതെ ഇപ്പോൾ സമയം അതിക്രമിച്ചു. സോ എന്താ പറയുന്നത്? ഇറ്റ്സ് ഹൈ ടൈം യു അപ്പോളജൈസ്ഡ്. ഇതുവരെ അത് ചെയ്തിട്ടില്ല, അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്യണം എന്നാണ് പറയുന്നത്. റൂമൊക്കെ വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ പാരൻസ് കുട്ടികളോട് പറയില്ലേ, എന്തൊരു വൃത്തികേടായിട്ടാണ് റൂമൊക്കെ കിടക്കുന്നത്, ഇറ്റ്സ് ഹൈ ടൈം യു ക്ലീൻഡ് ദ റൂം. റൂം ക്ലീൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്, വേഗം ക്ലീൻ ചെയ്യൂ, ഇതിന് മുൻപേ അത് ചെയ്ത് കഴിയേണ്ടതായിരുന്നു. ഇറ്റ്സ് ഹൈ ടൈം യു ക്ലീൻഡ് ദ റൂം. യു ക്ലീൻഡ്. ക്ലീൻ എന്ന വേർബിൻ്റെ V2 ഫോമാണ് ക്ലീൻഡ്. രാവിലെ എണിക്കണം എങ്കിൽ എന്താ ചെയ്യുക? ബെഡിൽ നിന്ന് നേരത്തെ എണിക്കണമെങ്കിൽ നേരത്തെ ഉറങ്ങണ്ടേ?
അപ്പോൾ നേരത്തെ പോയിട്ട് ഉറങ്ങൂ എന്ന് പറഞ്ഞിട്ടും കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പേരൻസ് എന്ത് പറയും? ഇറ്റ്സ് ഹൈ ടൈം യു വെൻ ടു ബെഡ്. വേഗം ബെഡിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ വേഗം ഉറങ്ങൂ എന്നാണ് പറയുന്നത്. അതായത് ആ സമയമായിട്ടും ഉറങ്ങാൻ പോയിട്ടില്ല, രാവിലെ എഴുന്നേൽക്കേണ്ടതാണ്. ഇറ്റ്സ് ഹൈ ടൈം യു വെൻ ടു ബെഡ്. സാധാരണ പല്ലുവേദനയൊക്കെ വരുമ്പോൾ നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ കുറച്ച് കഴിയട്ടെ എന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നീട്ടിക്കൊണ്ട് പോകും അത്, ഇല്ലേ? അപ്പോൾ വല്ലാതെ പെയിനൊക്കെ ആയിട്ട് സഹിക്കാൻ പറ്റാത്ത പെയിൻ ആവുമ്പോൾ നമ്മളോട് മറ്റുള്ളവർ പറയും ഇറ്റ്സ് ഹൈ ടൈം യു പെയ്ഡ് എ വിസിറ്റ് ടു ദ ഡെൻറ്റിസ്റ്റ്. യു പെയ്ഡ് എ വിസിറ്റ് ടു ദ ഡെൻറ്റിസ്റ്റ്. പേ എ വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണുക, അതായത് ഡോക്ടറെ വിസിറ്റ് ചെയ്യുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ പേ എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസാണ് പെയ്ഡ്. ഇറ്റ്സ് ഹൈ ടൈം യു പെയ്ഡ് എ വിസിറ്റ് ടു ദ ഡെൻറ്റിസ്റ്റ്. ആ സമയം ഡോക്ടറെ കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് റൂള് മാത്രം ഓർക്കേണ്ട കാര്യമുള്ളൂ. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഇറ്റ്സ് ഹൈ ടൈം കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞ് വയ്ക്കുന്ന വേർബ് V2 ഫോമിലായിരിക്കണം, പാസ്റ്റ് ടെൻസ് ആയിരിക്കണം എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. നമുക്ക് PSCക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ്സ് ഹൈ ടൈം യു ഡാഷ് ദി എക്സാം. അവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, റൈറ്റ്സ്, റൈറ്റിംഗ്, റോട്ട്. ഇറ്റ്സ് ഹൈ ടൈം യു എന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ആ ബ്ലാങ്ക് സ്പേസിൽ ഉപയോഗിക്കേണ്ടത് B2 ഫോം ഓഫ് ദ വേർബ് ആണ്. അപ്പോൾ B2 ഫോം ഓഫ് ദ വേർബ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഓപ്ഷനിലുള്ളത് റോട്ട് മാത്രമാണ്. റൈറ്റ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് റോട്ട്. അപ്പോൾ നമുക്ക് അവിടെ വേണ്ടത് റോട്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസർ എഴുതണം കേട്ടോ. ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഹൈ ടൈം വി ഡാഷ് സംതിങ്. നമുക്ക് എന്തെങ്കിലും കഴിക്കേണ്ട സമയം അതിക്രമിച്ചു. കാരണം രാവിലെയൊക്കെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലേറ്റായി കഴിയുമ്പോൾ വല്ലാതെ വിശക്കുമ്പോൾ നമുക്ക് പറയാം ഇത് ഭക്ഷണം കഴിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയില്ലേ. അപ്പോൾ അവിടെ വേണ്ടത് എന്താണ് എന്നാണ് ആലോചിക്കേണ്ടത്. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഈറ്റ്, എയ്റ്റ്, ഈറ്റ്സ്, ഈറ്റിംഗ്. അവിടെ എന്താണ് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക.